ഉള്ളവർക്ക് മാത്രമാണ് ക്രിസ്റ്റഫർ നോളനിലെ ഇന്റർസ്റ്റെല്ലാർ കാണാൻ പറ്റുള്ളൂ എന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കാണാതെ മാറ്റി വെച്ചൊരു സിനിമയാണ് ഇന്റർസ്റ്റെല്ലാർ. ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺഹൈമർ മൊമെന്റോ ഒക്കെ കണ്ടപ്പോഴും എനിക്ക് ഇന്റർസ്റ്റെല്ലാർ ഇൻസെപ്ഷൻ ഒക്കെ കാണാൻ വേണ്ടി ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാലും വെറുതെ എന്തിനാ കണ്ട് മനസ്സിലാവാത്ത സിനിമയ്ക്ക് സമയം കളയണമെന്ന് വിചാരിച്ചാണ് ഞാൻ അത് കാണാതിരുന്നത്. അങ്ങനെയാണ് പെട്ടെന്ന് റാൻഡമായിട്ട് എനിക്ക് ഈ ഒരു വീഡിയോ സജഷനിൽ വന്നത്. ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് സീൻ തന്നെ എനിക്ക് നന്നായിട്ട് ഹുക്കായി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരി ഇനി ഏത് സിനിമ കാണുന്നതിന് മുന്നേ എനിക്കിന്ന് ഇന്റർസ്റ്റെല്ലാർ കാണണം. ഇതിലെന്താണുള്ളത്, ഇതെന്താണെന്ന് എനിക്കൊന്ന് മനസ്സിലാക്കണം, ഒന്ന് നോക്കണം. ഇപ്പം എന്നോട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതെന്ന് ചോദിച്ചാൽ കണ്ണടച്ച് ഒന്നും ആലോചിക്കാതെ ഞാൻ പറയും ഇന്റർസ്റ്റെല്ലാർ ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ 3 സെഗ്മെന്റ്സ് ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. ഒന്ന് ഇന്റർസ്റ്റെല്ലാർ സ്റ്റോറിയുടെ പ്ലോട്ട്, രണ്ടാമത്തെ എന്നെ അട്രാക്ട് ചെയ്ത കാര്യങ്ങൾ, മൂന്നാമത്തെ ഇന്റർസ്റ്റെല്ലാറിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ. സോ വീഡിയോ അവസാനം വരെ നിങ്ങൾ എല്ലാവരും കാണാം. ഇന്റർസ്റ്റെല്ലാർ തുടങ്ങുമ്പോൾ ഏത് കാലഘട്ടത്തിലാണ് ഈ സിനിമ തുടങ്ങാന്നുള്ളതിന് നമുക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സാധാരണയായിട്ട് ഇതുപോലെ ടൈം ഡിഫറൻസ് ഉള്ള സിനിമകൾ വരുമ്പോൾ താഴെയോ സൈഡിലോ ഒക്കെ ആയിട്ട് ഇയർ എഴുതിയിരുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ നോളന്റെ സിനിമകളിൽ അങ്ങനെ ഒരു പ്രാക്ടീസ് ഒന്നുമില്ല. നമ്മൾ സിനിമ കണ്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ ഡയലോഗ്സിന്റെ ക്യാരക്ടർ ഡെലിവറി കൂടെ വേണം നമുക്ക് അത് ഏത് കാലഘട്ടത്തിലാണ് നടക്കുന്നതെന്ന് മനസ്സിലാവാൻ. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്റ്റഫർ നോളന്റെ സിനിമകൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ഡയലോഗ് ഡെലിവറീസ് എല്ലാം ശ്രദ്ധിച്ച് കാണുമെന്ന് പറയുന്നത്. സോ നമ്മൾ ടോപ്പിക്ക് മാറിപ്പോയി. സോ ഇത് ഏത് കാലഘട്ടത്തിലാണ് നടക്കുന്നത് നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെയാണ് മനസ്സിലാവുന്നത് ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അങ്ങനെ സിനിമ ഡെവലപ്പ് ചെയ്ത് നമ്മൾ കൂപ്പർ, അതായത് ഇതിൻ്റെ മെയിൻ ക്യാരക്ടറിൻ്റെ പണി എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. അദ്ദേഹം ഒരു ആസ്ട്രോണോട്ട് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ ലോകത്തിൽ ആ സമയത്ത് അവസ്ഥ എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ടൊക്കെ നമുക്ക് സിനിമയിൽ കാണാൻ സാധിക്കും. അതായത് ബ്ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഡിസീസ് വന്ന് ലോകത്തിലെ എല്ലാ ക്രോപ്സും നശിച്ചു പോയിരിക്കുകയാണ്. ആകെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് കോൺ മാത്രമാണ്. സോ ലോകത്തിലെ എല്ലാവരും തന്നെ ഫാർമേഴ്സാണ്. മാത്രമല്ല ആർമി ഫോഴ്സും പിന്നെ വലിയ വലിയ കാറുകളും കാര്യങ്ങളൊന്നുമില്ല. കാരണം അതുപോലെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകം. സോ ഇങ്ങനെയുള്ള ലോകത്തിൽ നിന്ന് മനുഷ്യന്മാരെ എല്ലാം മാറ്റി പാർപ്പിക്കാനും ഹ്യൂമൻ റൈറ്റ്സ് ഒന്നോടെ സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടി ഡോക്ടർ ബ്രാൻഡ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫസറിന്റെ നേതൃത്വത്തിൽ നാസയുടെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു മിഷൻ ആളുകളെ പുറത്തേക്ക് സ്പേസിലേക്ക് വിടുകയാണ്. സോ ഇവർ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരു 12 പേരടങ്ങുന്ന ഒരു സംഘത്തിനെ ഇതുപോലെ വേറൊരു ഗാലക്സിയിലേക്ക് വിട്ടിരുന്നു. സോ ഇവർ ഇന്ന് 12 പേരിൽ നിന്നാകും 3 പേര് മാത്രമാണ് അവിടെ നിന്ന് റെസ്പോൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഈ 3 പ്ലാനറ്റിൽ മനുഷ്യന്മാർക്ക് ജീവിക്കാന്നുള്ള ഒരു ഐഡിയ ഡോക്ടർ ബ്രാൻഡിന് കിട്ടുകയാണ്. സോ ഈ 3 പ്ലാനറ്റിലും എങ്ങനെയാണ് കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടിയാണ് ബ്രാൻഡ് പുതിയ ആൾക്കാരെ വിടാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറേ കാര്യങ്ങൾ വഴി കുറേ സർപ്രൈസിങ് ആയിട്ട് കൂപ്പർ വരികയാണ്. സോ അങ്ങനെ അവസാനം കൂപ്പർ ഇതിന്റെ പൈലറ്റ് ആവുകയാണ്. അതായത് കൂപ്പർ ഈ സ്പേസ് മിഷന്റെ പൈലറ്റ് ആവുകയാണ്. ഡോക്ടർ ബ്രാൻഡിന്റെ മകൾ ഇതിലുണ്ട്. പിന്നെ ഡോക്ടർ ഡോയൽ, പിന്നെ അനോമലിസിനെ കുറിച്ച് പഠിക്കുന്ന അതിനെപ്പറ്റി അറിയാവുന്നതായിട്ടുള്ള ഡോക്ടർ റോമിലി, ഇത്രയും പേരാണ് ഈ സംഘത്തിലുള്ളത്. സോ അവരങ്ങനെ സ്പേസിലേക്ക് പോവാണ്. ഇതിൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റേൺ പ്ലാനറ്റിൽ ഒരു വേം ഹോൾ ഉണ്ട്. ഇത് ആരാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് ആർക്കും അറിയില്ല. സോ അവരെ ദേ എന്നാണ് ഇവർ വിളിക്കുന്നത്. സോ ദേ ഇത് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പം ഈ വോം ഹോൾ ത്രൂ ആണ് ഇവർ അടുത്ത ഗാലക്സിയിലേക്ക് പോകുന്നത്. സോ ഇവിടെ വരെ എത്താൻ തന്നെ ഏകദേശം 2-2.5 വർഷം എടുക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ അടുത്ത ഗാലക്സിയിലേക്ക് ഈ വോം ഹോൾ ത്രൂ പോവാണ്. അപ്പം നല്ല രസമുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അടുത്ത ഗാലക്സിയിലേക്ക് പോകുമ്പോൾ ഇവർ ഈ കണ്ട 3 പ്ലാനറ്റ്സും ഇവർ 2 പ്ലാനറ്റ്സിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. സോ ഈ 2 പ്ലാനറ്റ്സിലും നടക്കുന്ന കാര്യങ്ങളും അവിടുത്തെ സിറ്റുവേഷൻസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. സോ അത് കഴിഞ്ഞിട്ട് കൂപ്പർ ഡോക്ടർ ബ്രാൻഡിനെ അടുത്ത പ്ലാനറ്റ് എക്സ്പെഡീഷന് വിടുകയാണ്. കൂപ്പർ സെൽഫായിട്ട് അവിടെ വലിയൊരു ബ്ലാക്ക് ഹോൾ ഉണ്ട്, അതിലേക്ക് ചെയ്യാൻ വേണ്ടി നിന്ന് കൊടുക്കുകയാണ്. കാരണം നമ്മൾ പിന്നെ ബ്ലാക്ക് ഹോളിൽ ടെസറാക്റ്റിൻ്റെ ഉള്ള കൂപ്പർ വിടുകയാണ്. അദ്ദേഹം അവിടെ ഇരുന്ന് പാസ്റ്റ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം നമ്മൾ കാണുമ്പോൾ കൂപ്പർ എങ്ങനെയാണ് ഈ ലോകത്തിനെ രക്ഷിക്കാൻ ഹെൽപ്പ് ചെയ്തതെന്നും കൂപ്പറിൻ്റെ മകൾ എങ്ങനെയാണ് പുതിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കി എർത്തിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾ അവിടേക്ക് മാറ്റിയെന്നൊക്കെയാണ് നമ്മൾ അവസാനം കാണുന്നത്. സോ അങ്ങനെ സിനിമ കഴിയാണ്. ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ടൈം ലൈനും അതുപോലെ ബാക്കി സ്പേസിലേക്ക് ചെല്ലുമ്പോഴുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്ന കാര്യങ്ങളിലേക്ക് എക്സ്പ്ലനേഷൻ മനസ്സിലാക്കി അതിനെപ്പറ്റി പറയാനായിട്ട് ഒത്തിരി ടൈം എടുക്കും. സോ ഇത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നില്ല. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. സോ ഇതിൽ എന്നെ അട്രാക്ട് ചെയ്ത കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. സോ നിങ്ങൾ അട്രാക്ട് ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. സോ ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഒന്നാമത്തെ കാര്യം ഹാൻസ് സിമ്മറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതിൻ്റെ പ്ലേസ്മെൻറ്റുമാണ്. സോ ഫസ്റ്റ് തന്നെ ഇന്റർസ്റ്റെല്ലാറിലെ മറ്റേ ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഉണ്ടല്ലോ, അത് വരുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവരുടെ ഒരു ഡ്രീമി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ, അതായത് കോഡിൻ്റെ ഇടയ്ക്കൂടെ വണ്ടി ഓടിച്ചു പോകണം. അപ്പം ആ ഒരു സമയത്ത് ഇവർ എന്തോ ഒരു കാര്യം ചേസ് ചെയ്യാണ്. അതിൻ്റെ കൂടെ തന്നെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കോണിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു വിഷ്വൽസ്, അതിൻ്റെ കൂടെ ഒരു അവരുടെ അച്ഛനും മകളും മകനും തമ്മിലൊരു ബോണ്ട്, അവരുടെ ഒരു ഒന്നിച്ചുള്ള ഒരു ടീം എഫേർട്ട്, അങ്ങനെ പല കാര്യങ്ങളുകൊണ്ട് ഒത്തിരി കാര്യങ്ങളുകൊണ്ട്
ബാക്ക്ഗ്രൗണ്ട് അതുപോലെ ആ ഒരു എന്താ പറയുക ഒരു ഫാൻറ്റസി പോലെയാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആ സമയത്ത് കയറി വരുന്നത്. അതായത് അതിൻ്റെ പ്ലേസ്മെൻറ്റ് അതുപോലെയാണ്. സോ ഈ ഒരു കാര്യം എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി. രണ്ടാമത്തെ ഗർഗാൻഡുവ പ്ലാനറ്റ് എങ്ങനെയാണ് അവർ ഉണ്ടാക്കി എന്നുവെച്ചാൽ അവർ ആ സൂപ്പർ കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കിയെടുത്ത രീതി നമ്മൾ ഫോണിൽ കണ്ടിട്ടായാലും ആ ഒരു സാധനം ആ ഒരു വിഷ്വൽ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് എന്താ പറയുക വിവരിക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു ആ വിഷ്വൽ. സോ എനിക്കിപ്പം തോന്നുന്നു ഇത്രയും വലിയൊരു സിനിമയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് മിസ്സായി. ഞാൻ ഒന്നുകൂടി ഈ സിനിമ തിയേറ്ററിൽ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. സോ എനിക്ക് ഇത്രയും വലിയൊരു സ്ക്രീനിൽ ഇത് ഒന്നുകൂടെയും കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ട്. നോക്കാം ഇനി എപ്പോഴാണ് വരിക എന്നുള്ളത്. സോ അത് എന്നെ ഭയങ്കരമായിട്ട് വിഷ്വൽ എഫക്ട്സ് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തൊരു സാധനമാണ്. അതിന് തന്നെയാണ് അവർക്ക് ഓസ്കാർ കിട്ടിയതും. സോ അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. പിന്നെ എന്നെ അട്രാക്ട് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ മില്ലേഴ്സ് പ്ലാനറ്റിനെ പറ്റിയാണ്. അതായത് എനിക്ക് മാത്സ് പ്ലാനറ്റിനേക്കാളും കൂടുതൽ മാത്സ് പ്ലാനറ്റ് മോശമെന്നല്ല, അതിലും വിഷ്വൽ എക്സ്പീരിയൻസ് അപാരമായിരുന്നു. പക്ഷെ എനിക്ക് മില്ലേഴ്സ് പ്ലാനറ്റിൽ കുറച്ച് നേരം നമുക്ക് ഒത്തിരി ടൈം ഇല്ലാന്ന് തോന്നിയൊരു ഇതാണ്. പക്ഷെ ആ ടൈറ്റ്സ് ഇങ്ങനെ കയറി ആ വരുന്നൊരു സീൻ ഉണ്ടല്ലോ, മൗണ്ടെയിൻസിനെ പോലെ ഇങ്ങനെ വരുന്ന ആ ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പേടിപ്പിച്ച് പക്ഷെ എന്ത് ഭംഗിയായതെന്ന് തോന്നി പോകുന്ന സീൻസ് ആയിരുന്നു അത്. സോ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഒരു സീൻ. അല്ല, ആ ഒരു മില്ലേഴ്സ് പ്ലാനറ്റിലുള്ള ഇവൻറ്റ്സ് അല്ല, ഞാൻ വേണമെങ്കിൽ ഒന്നോടെ എന്നിട്ട് അത് മാത്രം എടുത്ത് കണ്ടുകൊണ്ടിരുന്നു. കാരണം പിന്നെ സിനിമയിലുള്ള ഡീറ്റെയിലിങ്സ്, അതായത് ഈ സിനിമയിലെ ഡീറ്റെയിലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ സിനിമാസേക്കിന് വേണ്ടി കൊടുത്തൊരു ഡീറ്റെയിലിംഗ് അല്ലായിരുന്നു. ഇവർ സ്പേസിനെ പറ്റിയും ടൈമിനെ പറ്റിയും ബ്ലാക്ക് ഹോളിനെ പറ്റിയൊക്കെ ഭയങ്കര ആക്യുറേറ്റ് ആയിട്ടായിരുന്നു ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ടിരുന്നത്. സോ ഈ ഡീറ്റെയിലിങ്ങിന് ഇവരെടുത്ത ടൈമും ഇതിനെടുത്ത എഫേർട്ടും ഒക്കെ ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. സോ എനിക്ക് ഡീറ്റെയിലിംഗ് കൊടുത്ത രീതി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാണെങ്കിൽ കൂടി നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഇത്ര മാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. സോ അതെന്നെ അട്രാക്ട് ചെയ്തൊരു കാര്യമാണ്. സോ ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റെല്ലാറിൻ്റെ കട്ട ഫാൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ നമ്മൾ സിനിമയിൽ കണ്ടതും അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് ഒരു കോൺഫീൽഡ് കാണുന്നുണ്ടല്ലോ. ആ ഒരു കോൺഫീൽഡ് എന്ന് പറഞ്ഞാൽ 500 ഏക്കറായിട്ടുള്ള ഒരു കോൺഫീൽഡായിരുന്നു ഇത്. ക്രിസ്റ്റഫർ നോളൻ അദ്ദേഹത്തിൻ്റെ ടീംസും ശരിക്കും ഉണ്ടാക്കി 500 ഏക്കറിൽ ഇത്രയും ഒരു കോൺഫീൽഡ്സ് ഉണ്ടാക്കി എടുത്താണ്. ഇതിൽ നിന്ന് അവർക്ക് കോൺ ആക്ച്വലി കിട്ടും, അത് വിറ്റ് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ നാസ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അതായത് നാസയുടെ ഹെൽപ്പോട് കൂടിയാണ് കുറേ എക്സ്പ്ലനേഷൻസ് ഇവർ ഉണ്ടാക്കിയെടുത്തത്, മീൻസ് ഈ സിനിമയ്ക്ക് വേണ്ടി ഇവർ യൂസ് ചെയ്തത്. ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് ഡോക്ടർ കിപ് തോൺ. അദ്ദേഹം വലിയൊരു ഫിസിസിസ്റ്റാണ്. അപ്പം അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിലെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കൊടുക്കേണ്ടതെന്ന്. സോ ക്രിസ്റ്റഫർ നോളൻ ഇത് വാക്ക് പ്രതി അനുസരിക്കുകയും അതുപോലെ തന്നെയാണ് അദ്ദേഹം ഇതിലെ ഡീറ്റെയിലിങ്സും കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരുന്നത്. മാത്രമല്ല നമുക്ക് കാണാം മാൻസ് പ്ലാനറ്റിൽ എത്തുമ്പോൾ ഈ സിനിമയിൽ 2 റോബോട്ട്സ് ഉണ്ട്, കേസും ടാഴ്സും, കണ്ടവർക്ക് അറിയാം. അപ്പോൾ ഈ കേസും ടാഴ്സും പോലെ ഒരു കിപ്പ് എന്ന് പറഞ്ഞൊരു റോബോട്ടിനെ പറ്റിയും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ കിപ്പ് തോണിന് കൊടുത്തൊരു അംഗീകാരം കൂടിയാണ് ഈ കാര്യം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഡെവലപ്പ് ചെയ്തത് ഹാൻസ് സിമ്മറാണ്. സോ ഹാൻസ് സിമ്മറിന് ആക്ച്വലി ഈ മൂവിയുടെ സ്ക്രിപ്റ്റ് ക്രിസ്റ്റഫർ നോളൻ കൊടുത്തിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഈ മൂവിയുടെ പ്ലോട്ട് എന്താണെന്ന് ഒരു പേപ്പറിൽ മാത്രം എഴുതിയാണ് കൊടുത്തത്. സോ ആ പേപ്പർ ബേസ് ചെയ്താണ് ഇതിൽ ഹാൻസ് സിമ്മർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റിൽ അമേസിംഗ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നു. പിന്നെ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചിട്ടില്ല. അതായത് ഇതിലെ സ്പേസിൽ നിന്നൊന്നും അവർ ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചിട്ടല്ല ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, എങ്ങനെയാണ് അവരിത് ഗ്രീൻ സ്ക്രീൻ ഉപയോഗിക്കാതെ ചെയ്തതെന്ന്. സോ എനിക്ക് ഏറ്റവും ഫണ്ണിയായിട്ട് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള വീഡിയോസിനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ സ്പേസ് ടൈം കാര്യങ്ങളൊക്കെ ഞാൻ ഇത് സിനിമയായിട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ താഴെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, നോളൻ ആക്ച്വലി സെൻഡ് ആൻഡ് ഹീത്വേ ആൻഡ് മാത്യു മക്കോണഗി ടു സ്പേസ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് എന്താ പറയുക ആസ്ട്രോണട്സ് എന്താ ഫീൽ ചെയ്യണമെന്ന് പറയാൻ സെൻഡ് ചെയ്ത് സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്ന ഒരു കമൻറ്റ് കണ്ടു. സോ അതുപോലെ തന്നെ സെൻഡ് ചെയ്തൊന്നല്ല, ഇതിൽ ആക്ച്വലി ഗ്രീൻ സ്ക്രീൻസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ പ്രൊജക്ടറിലാണ് ഈ വിഷ്വൽസ് കാണിച്ചുകൊണ്ടിരുന്നത്. സോ ക്യാമറ വരുമ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല വിഷ്വൽസ് ഇവർ പ്രൊജക്ടറിൽ കാണിക്കുന്ന വിഷ്വൽസ് ആയിരുന്നു ഇൻസ്റ്റെഡ് ഓഫ് ഗ്രീൻ സ്ക്രീൻ. ബട്ട് CGI യൂസ് ചെയ്തിട്ടുണ്ട്, അതും ഭയങ്കര മിനിമലായിരുന്നു. പിന്നെ ഇതിൽ നമ്മൾ ഗർഗാൻഡുവ പ്ലാനറ്റ് കാണുമ്പം അവരുടെ സ്പേസ് ഷിപ്പ് ഇങ്ങനെ ഭയങ്കര ചെറുതായിട്ട് മൂവ് ചെയ്യുന്ന ഒരു വിഷ്വൽ ഉണ്ട്. അതിലെ മാസ്റ്റർ ക്ലാസ് ആയിട്ടുള്ള ഒരു വിഷ്വലാണത്. പല വിഷ്വൽസ്, അതായത് ചിലപ്പോൾ 1 സെക്കൻഡോ 2 സെക്കൻഡോ റെൻഡർ ചെയ്തെടുക്കാൻ വരെ ഇവർ 100 hours 100 മണിക്കൂർ എടുത്തു എന്നാണ് പറയുന്നത്. സോ തിങ്ക് അവരെത്ര ആക്യുറേറ്റ് ആയിട്ടാണ് അത് ചെയ്തതെന്നുള്ളത്. സോ അതെന്നെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തൊരു കാര്യമാണ്. ഇതുവരെ ലോക സിനിമകൾ ബ്ലാക്ക് ഹോൾ കാണിച്ച രീതിയിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് ബ്ലാക്ക് ഹോൾ കാണിച്ചിരിക്കുന്ന ഇൻറ്റർസ്റ്റെല്ലാർ ആണെന്നാണ് റിയൽ ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത്.
മാത്രമല്ല ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ കൂപ്പർ ഒരു ഡ്രോണിനെ ചേസ് ചെയ്യുന്നുണ്ട്. അത് ഒരു ഇന്ത്യൻ ഡ്രോണാണ്. സോ ഇത് ചേസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിൽ ഹിന്ദി ലാംഗ്വേജ് ആണ് കാണിക്കുന്നത്. സോ ഇൻറ്റർസ്റ്റെല്ലാറിനെ കുറിച്ച് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇതിലും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. ഇനി ഞാൻ എന്തെങ്കിലും കൂടുതൽ പറയണമെങ്കിലും വേറൊരു വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഹെലൻ റിയാക്ട്. താങ്ക് യു.